ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കാലത്ത് നീറ്റ് പുറത്ത് നോക്കാറുണ്ടോ? ദേ എങ്ങനെ നോക്കുന്ന സമയത്ത് വിത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഡേയ്സായിട്ട് വിത്തുന്ന് നൈറ്റ് ഷിഫ്റ്റാണ്. ഒരു 5:40 ആകുമ്പോഴേക്കും വിത്ത് എത്താറുണ്ട് കേട്ടോ കാലത്ത്. ഇനി വിത്ത് ഫ്രഷായി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം. ഇന്നലെ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നൈറ്റ് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് കാര്യങ്ങളൊക്കെ കുറച്ച് ഈസി ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പണികളൊക്കെ അപ്പോൾ കുറച്ച് കുറയ്ക്കാമല്ലോ. ഞാനും വിത്തുവിനൊപ്പം തന്നെ രാവിലെ കഴിക്കാറുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ അപ്പം തന്നെ കഴുകിക്കഴിഞ്ഞാൽ ഇനി അടുത്ത മീൽ പ്രിപ്പറേഷൻ ടൈം ആകുമ്പോൾ കുറച്ച് സമാധാനമായി തോന്നാറുണ്ട്. വിത്തു ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനും അപ്പനെ കുറച്ച് ടൈം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വീണ്ടും ഗുഡ് മോർണിംഗ് ഗൈസ്. ഇനി ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണ് കേട്ടോ. അതിന് മുന്നായിട്ട് ഞാനിപ്പോൾ കുറച്ച് ഡേയ്സായിട്ട് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കാറുണ്ട്. ആ ഒരു ടൈമിൽ വീട്ടിലേക്ക് വിളിച്ച് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കേൾക്കും. അയ്യോ എന്ത് പറ്റിയ സായൻ്റെ കയ്യിൽ എന്തോ ഒരു ഇൻസെക്റ്റ് കടിച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഫ്രീസറിൽ നിന്ന് ഞാൻ ഇന്നലെ ഞങ്ങൾ വാങ്ങിയ മീൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി പണികളൊക്കെ ചെയ്യണതിന് മുന്നായിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള കാര്യം ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ കറികളെല്ലാം റെഡിയായിട്ട് ലാസ്റ്റ് ചോറാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ബാക്കി പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദേ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചു കേട്ടോ. ഇന്നത്തേന് ആവശ്യമുള്ള വെജിറ്റബിൾസൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. കിളിമീനാണ് കേട്ടോ ഇത്. ഇത്തവണ കുറച്ച് വലുതായിപ്പോയി. കിളിമീനിൻ്റെ മീഡിയം സ്മോൾ സൈസാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതും ടേസ്റ്റ് ഉണ്ട്, അത് കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവും. ഇന്ന് ഫ്രൈ ചെയ്യാനുള്ളത് മാറ്റി വെച്ച് ബാക്കി മാരിനേറ്റ് ചെയ്ത ഫിഷ് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം കേട്ടോ. ഇത്ര എണീക്ക് ഫുഡ് കഴിക്കാം. ഒരു മണിയാണ് കേട്ടോ ഇപ്പോൾ ടൈം. അനോമി മൂവി OTT റിലീസായല്ലോ, അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരാൾക്ക് ചായ വേണത്രേ. ഇപ്പോൾ ചായ വെച്ചു. നമ്മുടെ കാറിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് വിത്ത് പുറത്ത് പോവാണ്. പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റും തോന്നുന്നു. വേസ്റ്റ് കളയാനുള്ളതൊക്കെ അപ്പം ഞാൻ കൊടുത്തു കേട്ടോ. ഇപ്പം സമയം 3 മണിയായി. ഇനി അതിനുള്ളിൽ വിത്തുന് കൊണ്ടുപോകാനുള്ള ഡിന്നർ സെറ്റാക്കണം. ഈവനിങ് 5:10 ആകുമ്പോഴാണ് കേട്ടോ വിത്ത് ഓഫീസിലേക്ക് ഇറങ്ങാറുള്ളത്. ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുമെന്ന് അറിയില്ല. ഇന്ന് വിത്തുന് ബിരിയാണി മതി എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബിരിയാണി റൈസ് വയ്ക്കാമെന്ന് വിചാരിച്ചു.
ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് എഗ് റോസ്റ്റും പിന്നെ കുറച്ച് ചിക്കനും ഉണ്ട്. അപ്പോൾ അത് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. ഇന്ന് ഈവനിങ് പോകുന്നതിന് മുന്നേ കഴിക്കാനായിട്ട് ബ്രെഡ് ഉള്ളതുകൊണ്ട് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം. ടൈമിന് എത്തിയില്ലെങ്കിൽ വേറെ ഓപ്ഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് പാർസൽ ചെയ്യേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. എത്ര വട്ടം ബിരിയാണി ഉണ്ടാക്കിയാലും ഈ ഒരു ഓപ്പണിംഗ് ടൈം ഒരു ടെൻഷനാണ് കേട്ടോ. കറക്റ്റ് വേവായോ അതോ കൂടിപ്പോയോ അങ്ങനെയൊക്കെ കൺഫ്യൂഷൻ ആയിരിക്കും. കറക്റ്റായി വെന്തിട്ടുണ്ട് കേട്ടോ നമ്മളുടെ റൈസ്. ഇനി നമുക്ക് വിത്തുവിന് കൊണ്ടുപോകാനുള്ള ഡിന്നറൊക്കെ പാക്ക് ചെയ്യാം കേട്ടോ. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ പോകുമ്പോൾ മമ്മി ലഞ്ചാക്കി തരുന്നതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. എനിക്ക് തിരക്കൊന്നും ഇല്ലെങ്കിലും ടൈം ഉണ്ടെങ്കിലും മമ്മിയുടെ കൈ കൊണ്ടാക്കാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. എന്നാലേ ഒരു ഇതുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നാറ് കേട്ടോ. ഇപ്പോൾ 4:30 ആയി. ഈ ടൈമായിട്ട് വിത്തു എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാം പാക്കാക്കി ബാഗെല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനി വന്നതിന് അധികം സമയം ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ പോകേണ്ടി വരും. സാൻഡ്വിച്ച് ഞാനപ്പോൾ പാർസൽ ചെയ്തു കേട്ടോ. അഞ്ച് മണി ആയപ്പോഴാണ് വിത്ത് വന്നതും കുളിച്ച് റെഡിയായി. ഓഫീസിലോട്ട് ഇറങ്ങിയിട്ടോ വിത്ത്. ഇനി ഇവിടെ ഫുള്ള് നേരാക്കലാണ് അടുത്ത ടാസ്ക്. അടുക്കളയൊക്കെ കണ്ടില്ലേ എങ്ങനെ കിടക്കണമെന്ന്. ഇനി ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് സെറ്റാക്കാം കേട്ടോ. എനിക്ക് ഡിഷ് വാഷിൻ്റെ ഒരു അലർജി വന്നതിന് ശേഷം ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ വാഷിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഖത്തറിൽ കാലത്ത് 4:30 കഴിഞ്ഞാൽ നേരം വെളുക്കും കേട്ടോ. പിന്നെ ലേറ്റായിട്ടാണ് ഇരുട്ടാവാറുള്ളൂ. ഡേ ടൈം കൂടുതലാണ്. ഇനി ബാക്കി പണികളൊക്കെ ചെയ്യുന്നതിന് മുന്നായിട്ട് വാഷിങ്ങിൽ തുണികൾ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതങ്ങോട്ട് കഴിയല്ലോ. പണികളൊക്കെ കഴിഞ്ഞ് ഞാനും ഫ്രഷായി. ഇനി കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാം അല്ലേ. ഇടയ്ക്ക് നമ്മളെയും ശ്രദ്ധിക്കണമല്ലോ. നല്ല വിശപ്പായിട്ടോ. ഇപ്പോൾ സായൻ്റെ പുതിയ വീഡിയോ വന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കണ്ടിട്ട് ഡിന്നർ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ആകാശത്ത് മീറ്റിയോർ ഷവർ ഉണ്ടെന്നായിരുന്നു കേട്ട്. ആ ടൈം നോക്കൂ, ക്ലൗഡ്സ് ആയി ഫുള്ള്. ഇതൊക്കെയാണ് ഒരു ദിവസത്തെ കാര്യങ്ങൾ. ഓരോ ഡേയ്സും ഡിഫറെൻ്റ് ആയിരിക്കും. സെയിം കാര്യമാണ് ചെയ്യണതെങ്കിലും ഇന്നങ്ങനെ കഴിഞ്ഞു. ഇനി ഒരു ന്യൂ വീഡിയോയിലൂടെ എല്ലാവരെയും വീണ്ടും കാണാം കേട്ടോ. ടിൽ ദെൻ ബൈ എവ്രി വൺ.